ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ക്ഷേമ പെൻഷൻ കവർന്ന സർക്കാർ ജീവനക്കാർ 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തൽ വരികയാണ്. ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. പ്രശാന്ത് കൃഷ്ണയാണ് വളരെ ഗുരുതരമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ക്ഷേമ പെൻഷൻ അത് എത്തേണ്ട കൈകളിലേക്ക് എത്തുന്നില്ല. അവിടെയാണ് കവർച്ചയെന്ന് നമ്മൾ വിശേഷിപ്പിക്കണം. അനർഹരായ ആളുകൾ വാങ്ങുന്നു. ആ വാങ്ങുന്ന ആളുകൾ അത് സർക്കാർ ജീവനക്കാർ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തപ്പെടുകയാണ്. ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരടക്കം ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത്, വളരെ ഗൗരവമുള്ള വാർത്തയാണ്. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് അർഹരായ ആളുകളിലേക്ക് പോലും അത് എത്താത്ത സാഹചര്യത്തിൽ അതിൻ്റെ നല്ലൊരു ഭാഗം ഈ സർക്കാർ ജീവനക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ഈ പട്ടികയിലേക്ക് കടന്നുകൂടിയത്? പ്രോപ്പറായിട്ടുള്ള നിരീക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഉണ്ടായില്ലേ? ഇപ്പോൾ എങ്ങനെയാണത് കണ്ടെത്താൻ കഴിഞ്ഞത്? പ്രതീഷ്, സംസ്ഥാന സർക്കാരിലെ ജീവനക്കാർ അവർക്ക് സർക്കാർ നൽകുന്ന ശമ്പളത്തിന് പുറമെ ഈ പാവപ്പെട്ടവർക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും അനർഹമായി കൈപ്പറ്റുന്നു എന്ന ഗൗരവതരമായ കണ്ടെത്തലാണ് ധനവകുപ്പ് നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ CAG-യുടെ എല്ലാം കണ്ടെത്തലിൽ പലപ്പോഴും അനർഹരായ പലരും ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായുള്ള പരാമർശങ്ങൾ ഓഡിറ്റ് ജനറലിലെ പരിശോധനയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാർ ഇക്കാര്യത്തിൽ ധനവകുപ്പ് നടത്തിയ പരിശോധന, അത് ധനവകുപ്പ് ഈ ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ പരിശോധന ഏൽപ്പിച്ചത്. ഈ പരിശോധനയിലാണ് 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നു. സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അനർഹതയുടെ കാര്യം വ്യക്തമാണ്. ഇതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഇങ്ങനെ കൈപ്പറ്റുന്നത്. കോളേജ് അധ്യാപകർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർമാർ, ഇവരെല്ലാം ഇങ്ങനെ പട്ടികയിൽ വരുന്നു. ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ കടന്നുകൂടുന്നത് അതിന്റെ രീതി കൂടി ഒന്ന് പറയാമോ പ്രശാന്ത്? തീർച്ചയായും. അതായത് കാലങ്ങളായി ഇവർ എങ്ങനെയാണ് കൈപ്പറ്റുന്നത് എന്ന് സംബന്ധിച്ച ഇവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നതെല്ലാം തന്നെ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ എനിക്ക് വിശദമാക്കാൻ കഴിയുന്നത് ഓരോ വകുപ്പിലെയും എത്ര പേർ ഇങ്ങനെ അനർഹമായി ഈ സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റുന്നു എന്നതാണ്. അതിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ 1458 സർക്കാർ ജീവനക്കാർ, അതിൽ ഏറ്റവും കൂടുതൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരാണ് പെൻഷൻ വാങ്ങുന്നത്. ഏറ്റവും കൂടുതൽ പേർ, അതായത് ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. 373 പേരാണ് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 2ാം സ്ഥാനത്ത്. 224 പേർ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ക്ഷേമ പെൻഷനും കൂടി കൈപ്പറ്റുന്നുണ്ട്. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. മറ്റ് കണക്കുകൾ കൂടി വിശദീകരിക്കാം. മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേർ, പൊതുമരാമത്ത് വകുപ്പിൽ 47 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ. ഇതിനു പുറമെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേർ, ഹോമിയോപ്പതി വകുപ്പിൽ 41. ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മോണിറ്ററിങ്ങിന്, അല്ലെങ്കിൽ ഇവർ സത്യവാങ്മൂലം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇതിന്റെ രത്നചുരുക്കം ഇതാണ്. ഈ ക്ഷേമ പെൻഷൻ കവരുന്നു സർക്കാർ ജീവനക്കാർ. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തൽ വരികയാണ്.